ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധൻ അടുത്ത ബന്ധമുണ്ട്. അവിടെ അദ്ദേഹത്തെ വിസിറ്റ് ചെയ്തിരുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. പൂജകൾ നടത്തിയെന്നൊക്കെ ചില മാധ്യമ വാർത്തകൾ കണ്ടു. ഈ സത്യമാണ്, അത് സത്യമാണ്. പൂജകൾ നടത്തിയെന്ന് അദ്ദേഹം തന്നെ ഇന്നലെ ഒരു ചാനലിനോട് സമ്മതിക്കുകയും ചെയ്തു. അതിനൊക്കെ എന്താ പ്രശ്നം? ആൾക്കാരുടെ വീട്ടിൽ പൂജ നടത്തുന്നതോ മറ്റോ അല്ലല്ലോ പ്രശ്നം. അപ്പൊ ഇത് മനഃപൂർവ്വം ഫോക്കസ് തെറ്റിക്കാൻ വേണ്ടി പറയുന്നതാണ്. അതായത് സിമ്പിൾ ഭാഷയെ പറഞ്ഞാൽ ശബരിമലയിലെ സ്വർണ്ണ ക്ലാഡിംഗ് സ്വർണ്ണ പ്ലേറ്റിംഗ് ആക്കി മാറ്റി. ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് 1.5 കിലോഗ്രാം സ്വർണം എടുത്ത് പകരം 500 ഗ്രാം മാത്രമേ എക്സ്ട്രാക്ട് ചെയ്തുള്ളൂ എന്ന് എഴുതി വെച്ചു. ഒരു സ്വർണ്ണ കൊള്ളയ്ക്ക് വേണ്ടിയുള്ള നീക്കമാണ് അവർ നടത്തിയത്. തന്ത്രി അയാളുടെ വീട്ടിൽ പൂജ ചെയ്തു പറഞ്ഞ് യാതൊരു ഇതുമില്ല. കാര്യം അയാൾക്ക് വേറെ സുഹൃത്തുക്കളും കാര്യം കാണാം. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പുറകിൽ നിൽക്കുന്ന മുരാരി ബാബുവിന്റെ പുറകിൽ നിൽക്കുന്ന ദേവസ്വം ബോർഡും എല്ലാം ഇതിൽ ഉത്തരവാദികളാണ്. ഈ വിഷയം ദേവസ്വം ബോർഡിലേക്ക് എത്താതിരിക്കാനും ദേവസ്വം ബോർഡിലെ അംഗങ്ങളിലേക്ക് അന്വേഷണം വരാതിരിക്കാനും വേണ്ടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് മാത്രം ചുരുക്കുന്നത്. അത് കള്ളത്തരമാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആ കള്ളത്തരം കണ്ടുപിടിക്കുമെന്നും ഇവരെ ശിക്ഷിക്കുമെന്നും ഇവരെ എന്താ പറയുക നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുമെന്നും ആഗ്രഹിക്കുന്നു. ഉദാഹരണം, ഉണ്ണികൃഷ്ണൻ പോറ്റി അല്ലല്ലോ ഈ മഹസർ തിരുത്തിയത് അല്ലെങ്കിൽ രേഖ തിരുത്തിയത്. സ്വർണ്ണപ്പാളികൾ എന്നതിന് പകരം ചെമ്പൻ എഴുതിയത് ദേവസ്വം ബോർഡിന്റെ അറിവും അനുമതിയും നേതൃത്വത്തോടു കൂടിയല്ലേ. താങ്കളുടെ വീട്ടിൽ നിന്ന് ഒരു 10 പവൻ സ്വർണം എടുത്തുകൊണ്ട് പോയിരിക്കുക പണിക്ക് വേണ്ടിയിട്ട്. 39 ദിവസമായിട്ട് ഒരു പണിക്കാരന്റെ വീട്ടിലെത്തിയില്ലെങ്കിൽ താങ്കൾ വിളിച്ചു ചോദിക്കൂലേ? ഞാൻ വിളിച്ചു ചോദിക്കൂലേ? ദേവസ്വം ബോർഡ് എന്താ വിളിച്ചു ചോദിക്കാത്തത്? കാര്യം ദേവസ്വം ബോർഡിന് അറിയാം ഈ 39 ദിവസം കഴിഞ്ഞ് എത്തും. അപ്പം ദേവസ്വം ബോർഡിന്റെ റോളിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കരിവാക്കാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി കള്ളനാണ്, അയാളെ അറസ്റ്റ് ചെയ്യണം. 4 ദിവസം മുതൽ പറയുന്ന വ്യക്തിയാണ് ഞാൻ. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ, മുരാരി ബാബുവിനെ, സ്മാർട്ട് ക്രിയേഷൻസിനെ അറസ്റ്റ് ചെയ്യണം. അതോടൊപ്പം ഇതിൽ പിന്നിൽ നിൽക്കുന്ന ദേവസ്വം ഉദ്യോഗസ്ഥരിലേക്കും കൂടെ പോണം. ഇപ്പോ കുറച്ചു സ്വർണം അവിടെ നിന്ന് ഇവിടെ നിന്ന് മാറി ഇത് കള്ളം പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുകയാണ്. അങ്ങനെയല്ല, അത് കള്ളമാണ്. 1.5 കിലോഗ്രാം, കൃത്യം പറഞ്ഞാൽ 1.1 കിലോഗ്രാം ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് കിലോ കണക്കിന് സ്വർണം വാതിൽപ്പടികളിൽ നിന്നൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോ കണക്കിൽ തൂക്കം ഒപ്പിച്ച് സ്വർണം അവിടെ നിന്ന് ഇവിടെ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞ് കേസ് അവസാനിപ്പിക്കാനുള്ള നീക്കമാണ്. ഹൈക്കോടതി ആ കള്ളത്തരം പിടിക്കുമെന്ന് കരുതുന്നു. അതോടൊപ്പം 2019 ഈ ജുവലറിയിൽ മേടിച്ചു വെച്ച സ്വർണം ഈ 6 വർഷമായിട്ട് അയാൾ അവിടെ പൂജിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അതായത് കൃത്യമായിട്ട് പോലീസ് വരുന്നു, അത് കണ്ടെടുക്കുന്നു എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു തിരക്കഥ മാത്രമാണ്. ആ തിരക്കഥ ഹൈക്കോടതിയിൽ പൊളിഞ്ഞു വീഴും. കാര്യം 2 പ്രഗത്ഭരായ ജഡ്ജിമാരാണ് അവിടെ ഇരിക്കുന്നത്, വിജയരാഘവൻ സാറും ജയകുമാർ സാറും. അപ്പോൾ അവരുടെ മുമ്പിൽ ഇത് പൊളിഞ്ഞു വീഴുമെന്ന കാര്യത്തിൽ സംശയമില്ല. അന്വേഷണ ഉദ്യോഗസ്ഥരെ ഒന്നും കുറ്റം പറയുന്നില്ല. പക്ഷേ ഇത് രാഷ്ട്രീയ നേതൃത്വം, പ്രത്യേകിച്ച് CPM അംഗങ്ങളിലേക്കും LDFിലേക്കും എത്തുമെന്ന് കണ്ടതുകൊണ്ട് അവർ തടയുന്നതായിരിക്കാം. അപ്പം കൂടുതൽ ക്ലാരിറ്റി വേണം. ഹൈക്കോടതിയെ വിശ്വാസമാണ്. ഹൈക്കോടതിയുടെ നിലപാട് അറിയാനായി കാത്തിരിക്കും. ശ്രീ രാഹുൽ ഈശ്വർ, ഇപ്പോൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു തന്ത്രി അവിടെ പോകുന്നതിൽ എന്താണ് തെറ്റെന്നൊക്കെ ചോദിച്ചു. ഈ 39 ദിവസം ഇവിടെ നിന്ന് ഈ സാധനം കൊണ്ടുപോയത് തന്ത്രി അറിയുന്നില്ലേ? തന്ത്രിയും അറിയുന്നുണ്ടാവും. ഇല്ല, ദേവസ്വം ബോർഡാണ്. അത് ആൾക്കാരുടെ ദേവസ്വം ബോർഡാണ് അത്. അതിന്റെ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനാണ്. നമുക്ക് അങ്ങനെ ഇതിന്റെ ഓരോ കണ്ണിയെയും കൃത്യമായി ഓരോ കണ്ണിയിലേക്കും അന്വേഷണം എത്തണമെന്നാണ് തോന്നുന്നത്. അങ്ങനെ തന്ത്രി മാത്രം അറിയാതെ എല്ലാ കാര്യങ്ങളും ശബരിമലയിൽ നടന്നു പറയുന്നത് രാഹുലിനും യുക്തിക്ക് നിരക്കുന്നതല്ല. അങ്ങനെയല്ല, കൃത്യമായി പറയാം. അതായത് തന്ത്രിക്ക് അവിടെയുള്ള അധികാരം പൂജ, ആചാരങ്ങൾ, റിച്വൽ കാര്യങ്ങളിലാണ്. ദേവസ്വം ബോർഡിന് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിലാണ്. ഹൈക്കോടതിക്ക് അതിന്റെ നിയമവും ഓഡിറ്റിംഗ് അടക്കമുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെ ഒരു ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ട്. ഉദാഹരണം, ദേവസ്വം പ്രസിഡന്റ് അറിയാൻ കഴിയുമോ ഏതെങ്കിലും ഒരു പൂജയുടെ കാര്യത്തിൽ എന്തെങ്കിലും വീഴ്ച വന്നുകൊണ്ടിരിക്കട്ടെ? ദേവസ്വം പ്രസിഡന്റിനോ ഹൈക്കോടതിക്ക് അറിയാൻ കഴിയുമോ? അത് അവരുടെ ഡൊമൈൻ അല്ല. തന്ത്രിയോട് ഇപ്പൊ ഒരു പ്രസിഡന്റിനെ റബ്ബർ സ്റ്റാമ്പ് ആക്കുന്നത് പോലെ തന്ത്രിയോട് പെർമിഷൻ മേടിക്കുമെന്നേ ഉള്ളൂ. തന്ത്രി ഇതിന്റെ പുറകിൽ കാര്യങ്ങൾ നോക്കുന്നില്ല. ഇത് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളാണ്. അപ്പോൾ ഈ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളുടെ ഉത്തരവാദിത്വവും ബാധ്യതയും ദേവസ്വം ബോർഡിന് മാത്രമാണ്. ദേവസ്വം ബോർഡിന് മാത്രമാണ് അത്തരം കാര്യങ്ങൾ. പൂജയുടെ കാര്യങ്ങൾ ഇത് ശബരിമല മാത്രമല്ല കേട്ടോ, എല്ലാ അമ്പലങ്ങളിലും ഇങ്ങനെയാണ്. തന്ത്രിക്ക് റിച്വൽ കാര്യങ്ങളിൽ, ആചാര കാര്യങ്ങളിൽ, വിശ്വാസ കാര്യങ്ങളിൽ, പൂജാ കാര്യങ്ങളിൽ മാത്രമേ അറിവുമുള്ളൂ, അവകാശവുമുള്ളൂ. ബാക്കി കാര്യങ്ങളെല്ലാം അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ ചെയ്യുന്നത് ദേവസ്വം ബോർഡ്. അപ്പൊ ഉദാഹരണം, ശബരിമലയിൽ ഒരു സ്റ്റാമ്പീഡ് ദൗർഭാഗ്യവശാൽ ഉണ്ടായി, 106 പേരുടെ മരണം ഉണ്ടായി. തന്ത്രിക്ക് എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ? ഇല്ല. ദേവസ്വം ബോർഡാണ് ഫെസിലിറ്റി അറേഞ്ച് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ കൊണ്ടുപോകുമ്പോൾ തന്ത്രിയോട് പൂജാദ്രവ്യങ്ങളായതുകൊണ്ട് പെർമിഷൻ മേടിക്കുമെന്നല്ലാതെ തന്ത്രിക്ക് ഇതിന്റെ ബാക്കി ഒരു ഡീറ്റെയിൽസും അറിയേണ്ട കാര്യവും ഇല്ല, അറിയുകയില്ല. തന്ത്രി ശബരിമല മാത്രമല്ല ഒരമ്പലത്തിലും അറിയില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി പൊതുസമൂഹത്തിന് വേണം. തന്ത്രിയെയും മേൽശാന്തിയും ഒക്കെ ഇതിന്റെ കൂടെ പറയുന്നത് ഫോക്കസ് തെറ്റിക്കാനാണ്. കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ മുൻ ദേവസ്വം ബോർഡിലേക്ക് അന്വേഷണം വരാതിരിക്കാനുള്ള ശ്രദ്ധ തെറ്റിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്നലെ പുറത്തു വന്നു എന്ന് പറയപ്പെടുന്ന മൊഴി മുരാരി ബാബുവും ഉണ്ണികൃഷ്ണ പോറ്റിയും കൂടെ ഗൂഢാലോചന നടത്തിയാണ് ചെമ്പെന്ന് രേഖപ്പെടുത്തിയെന്നാണ്. അപ്പം ദേവസ്വം പ്രസിഡന്റും അംഗങ്ങളും എന്ത് ചെയ്യായിരുന്നു?
യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡിലേക്ക് അന്വേഷണം പോകാതിരിക്കാനും ഏതാനും കുറച്ച് സ്വർണം മാത്രമേ നഷ്ടമായുള്ളൂ എന്ന് കാണിക്കാനും ആ സ്വർണം തിരിച്ചു കിട്ടിയെന്ന തെറ്റിദ്ധാരണ ഉണ്ടാക്കാനും വേണ്ടി ചെയ്യുന്നതാണ്. അങ്ങനെയല്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതി, ഞാൻ ഇതിലൊന്നും എനിക്കും സംശയമില്ല. നമ്മൾ തുടക്കം തൊട്ടേ നമ്മൾ ഒരേ തരത്തിൽ തന്നെ ഈ വിഷയങ്ങളിലെ ആശങ്കകൾ പങ്കുവെക്കുന്ന ആളുകളാണല്ലോ. പക്ഷേ ഞാൻ ചോദിക്കുന്ന സംശയം ഇത്രയേ ഉള്ളൂ. ഇപ്പോ ഈ ശബരിമല തന്ത്രി നമ്മൾ വലിയ ഉന്നത സ്ഥാനം കൽപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഇതുപോലൊരാൾ ഗോവർദ്ധൻ എന്ന് പറയുന്ന ആൾ, ഇയാളാണ് ഈ സ്വർണ്ണവാതിൽ പണിത് കൊടുത്തതെന്ന് പറയുന്നു. അവിടെ പൂജ നടത്തി, ആ പൂജയിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തെന്ന് പറയുന്നു. ഇതൊക്കെ കണക്റ്റഡ് ആണല്ലോ. ഇതൊന്നും ഒന്നിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒന്നല്ല. ഇവിടെ നിന്ന് കൊണ്ടുപോയ സാധനങ്ങളാണ്, അതിനുശേഷം ഉണ്ടാക്കി വന്ന പുതിയ സാധനമാണ്. ഇതൊക്കെ ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് എല്ലാവർക്കും അതിൽ റോളുണ്ടെന്നാണ്. ഇല്ല, അങ്ങനെയല്ല. ഒന്ന് തിരിച്ചാലോചിച്ച് നോക്കൂ. അവിടുത്തെ ഒരു സ്പോൺസർ വന്നു, അവിടുത്തെ വാതിലും കട്ടിളയും ഞങ്ങളാണ് ചെയ്യുന്നത്, താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു പൂജ നടത്തണമെന്ന് പറയുകയാണ്. തന്ത്രി സന്തോഷത്തോടെ പറയില്ല, തന്ത്രിക്ക് എന്തെങ്കിലും ഒരു ദക്ഷിണ കൊടുക്കും. അങ്ങനെയാണ് എന്റെ യൂഷ്വൽ സിസ്റ്റം. അതായത് വാതിലിന്റെ സ്പോൺസർ ഞാനാണ്. അപ്പൊ വിജയമല്യ, നമുക്ക് വിജയമല്യ എടുക്കാം. വിജയമല്യ വന്നിട്ട് പറയുകയാണ്, ഞാൻ 30 കിലോഗ്രാം സ്വർണ്ണം ഇവിടെ പൂശുകയാണ്, അങ്ങ് എന്റെ വീട്ടിലൊന്ന് പൂജ കഴിക്കണം. സന്തോഷത്തോടെ ചെയ്യില്ലേ? ഇനിയും വിജയമല്യ സ്വർണം പൂശിയോ ഇല്ലയോ എന്ന് നോക്കേണ്ട ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനല്ലേ. പക്ഷേ ഈ ഗോവർദ്ധൻ എന്ന് പറയുന്ന കഥാപാത്രം ഇന്നലെയാണ് വരുന്നത്. അതുവരെ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇതിന്റെ സ്പോൺസർ. ഗോവർദ്ധനാകട്ടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയാട്ടെ, ഇവർ കണക്ട് ചെയ്തിരിക്കുന്ന ഈ സ്പോൺസർ മാഫിയ എന്ന് വിളിക്കുന്ന ദേവസ്വം മാഫിയയുമായി ബന്ധപ്പെട്ടിരിക്കുന്നവർ, അവര് ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തം. ഇപ്പം തന്ത്രിക്ക് ഒരു ഇന്റലിജൻസ് വിഭാഗം ഉണ്ടോ, വിജിലൻസ് വിഭാഗം ഇന്റലിജൻസ് ഒന്നും വേണ്ട രാഹുൽ. ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യണ്ടേ? അല്ല, ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് ദേവസ്വം ബോർഡിലെ ബാക്ക്ഗ്രൗണ്ടും ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾ എവിടെ പോകുന്നു നമുക്കറിയാമല്ലോ. ശബരിമല തന്ത്രി എന്ന് പറയുമ്പോൾ അദ്ദേഹം അവരൊരു ജുവലേഴ്സിന്റെ വീട്ടിൽ പോവല്ലേ മാഡം? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവരെന്ത് ജാഗ്രത പുലർത്താൻ ഒരു ഹിന്ദു പുരോഹിതൻ, ക്രിസ്ത്യൻ, മുസ്ലിം പുരോഹിതനെ ഏതെങ്കിലും ഒരു വിശ്വാസി അവരുടെ വീട്ടിലേക്ക് വിളിക്കുന്നു. ആ വീടിന്റെ ബാക്ക്ഗ്രൗണ്ട് പോയാലും രാഹുൽ ഈ ന്യായം അറിയില്ലല്ലോ. അല്ല, അറിയില്ലല്ലോ. ഇതല്ലേ യുക്തിസഹം? ഒന്ന് ആലോചിച്ച് നോക്കുക. നേരെ മറിച്ച് ദേവസ്വം ബോർഡ് എന്താണ്, ഒരു ഭരണ സംവിധാനമാണ്. ശബരിമലയിൽ ഈ നടന്ന മുഴുവൻ തട്ടിപ്പ്, എത്രയോ വർഷങ്ങളായി നടക്കുന്ന തട്ടിപ്പിൽ തന്ത്രി മാത്രം ഒന്നും അറിഞ്ഞില്ല. അങ്ങനെയാണ് നമ്മൾ തന്ത്രി മാത്രമല്ല, തന്ത്രിയോ മേൽശാന്തിയോ കൂടെ നിൽക്കുന്ന പൂജാരിമാരോ ഒന്നും അറിഞ്ഞിട്ടില്ല. ഹൈക്കോടതി ഒന്നും അറിഞ്ഞിട്ടില്ല. ഹൈക്കോടതിക്ക് ഉത്തരവാദിത്തമുണ്ട്. ഹൈക്കോടതിയാണല്ലോ അതിന്റെ ഓഡിറ്റും നിയമപരമായ കാര്യം. ഹൈക്കോടതി ഒന്നും അറിഞ്ഞിട്ടില്ല. ദേവസ്വം ബോർഡ് കാണിച്ച മാനിപ്പുലേഷൻ അല്ലേ? അതായത് ബാക്കി സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയ, ഉദാഹരണം ശബരിമലയിൽ പോലീസുകാർ എപ്പോഴും ഉണ്ടല്ലോ. ശബരിമലയിലെ പോലീസുകാർ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. എല്ലാരും ഉണ്ടെന്ന് പറയുമ്പോൾ ദേവസ്വം ബോർഡിലെ എല്ലാരും ഉണ്ടെന്ന് പറഞ്ഞാൽ പ്രതിരോധമില്ല. പക്ഷേ തന്ത്രി, ഹൈക്കോടതി, പോലീസുകാർ, നമ്മുടെ ഇന്റലിജൻസ് സംവിധാനം, ഇവരാരും ഒന്നും അറിയാത്തതിന്റെ കാരണം ദേവസ്വം ബോർഡിന്റെ, ഹൈക്കോടതിയുടെ ഭാഷയിൽ പറഞ്ഞാൽ വെൽ ഓർക്കസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഗൂഢാലോചനയാണ് നടന്നത്. അത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പൊ എന്തായാലും ഇതിനൊക്കെ ഒരു സൂത്രധാരൻ ഉണ്ടാവും. ഉറപ്പായും ഒരാളാണല്ലോ തുടങ്ങി വെക്കുന്നത്. അതിൽ മറ്റുള്ളവരൊക്കെ ചേർന്ന് നിൽക്കുക എന്നതാണ് സ്വാഭാവികമായി എപ്പോഴും ഏത് വലിയ കൊള്ളയിലും സംഭവിക്കുക. അങ്ങനെയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇതിന്റെ മുഴുവൻ സൂത്രധാരൻ. ഇത് ഓർക്കസ്ട്രേറ്റ് ചെയ്തത് ഒരിക്കലുമല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി വെറും ഒരു പ്യൂണാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് തന്നെ പറയാൻ എനിക്ക് മടിയാണ്. ഉണ്ണികൃഷ്ണൻ വെറും ഒരു പ്യൂണാണ്. മുരാരി അല്ലെങ്കിൽ കാലാണ്. മുരാരി ബാബു കൈയാണ്. ആരാണ് തല? ആ തലച്ചോറ് ആരായിരിക്കും? ആ തലച്ചോറ് വിചാരിച്ചാലല്ലേ ഒരു പോളിസി ഡിസിഷൻ എടുക്കാൻ പറ്റൂ. ആരായിരിക്കും അങ്ങനെ ഒരു തലച്ചോറുണ്ടാകുക? അതെന്തായാലും മുരാരി ബാബു ആവാൻ പറ്റില്ലല്ലോ, ഉണ്ണികൃഷ്ണൻ ആവാൻ പറ്റില്ലല്ലോ. ഇത് സ്വർണം മാറ്റി ചെമ്പുപാളികളെന്ന് രേഖപ്പെടുത്താൻ പറ്റില്ലല്ലോ, 39 ദിവസം കൊടുത്തയക്കാൻ പറ്റില്ലല്ലോ. അത് തന്നെ അത് നമ്മൾ ആലോചിച്ച് ബുദ്ധിമുട്ടുണ്ടല്ലോ. ഹൈക്കോടതിയുടെ വിധിന്യായത്തിൽ ഹൈക്കോടതി എടുത്തെഴുതുന്നുണ്ട് 2025 കൊള്ള മറയ്ക്കാനാ 2019 കൊള്ള മറയ്ക്കാനാണ് 2025 ഉണ്ണികൃഷ്ണ പോറ്റിയെ തന്നെ രഹസ്യമായിട്ട് ഏൽപ്പിക്കുന്നത്. തിരുവാഭരണം ഉദാഹരണം തിരുവാഭരണം കമ്മീഷനെ അറിയാതെ ഏൽപ്പിച്ചത്. തിരുവാഭരണം കമ്മീഷന്റെ ഭാഗമാണെന്ന് നമുക്ക് പറയാൻ കഴിയൂ. അപ്പൊ തിരുവാഭരണം കമ്മീഷൻ അടക്കം അറിയാതെ ഇത് ചെയ്യുന്നത് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരും അവരെ ഡയറക്ട് ചെയ്യുന്ന അന്നത്തെ ബോർഡിന്റെ ഭാഗമായ ആരെങ്കിലും ആയിരിക്കും. അവരെ ആവാതിരിക്കട്ടെ എന്നുള്ളതാണ് എന്റെ പ്രാർത്ഥന. അപ്പോ ശബരിമലയിലെ വേറെ ആർക്കും, തന്ത്രിക്ക്, മേൽശാന്തിക്ക്, പൂജാരിമാർക്ക്, ഹൈക്കോടതിക്ക്, പോലീസ് സംവിധാനത്തിന് ഒന്നും ഇതിൽ ഉത്തരവാദിത്വമില്ല. ദേവസ്വം ബോർഡും ദേവസ്വം ബോർഡിന്റെ താഴെ നിൽക്കുന്ന ദേവസ്വം ബോർഡിന്റെ താഴെ നിൽക്കുന്ന ഉദ്യോഗസ്ഥരും ആ ഉദ്യോഗസ്ഥരും ഉണ്ണികൃഷ്ണനും കൂടെ ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണിത്. ഉണ്ണികൃഷ്ണൻ കാലാണ്, ഉദ്യോഗസ്ഥർ കൈയാണ്, തല ആരാണെന്നുള്ളതാണ് ചോദ്യം. എന്തായാലും ഹൈക്കോടതിക്ക് മുന്നിലേക്ക് 2 ആഴ്ച കൂടുമ്പോഴാണ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. ആ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിവരങ്ങൾ, ഇപ്പോൾ ഈ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി അതിൽ ഉൾപ്പെടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.